പൂമണി മാളിക പൊന്മാളിക കാൺകെ തമ്പൂരാനെ പൂക്കളേറ്റുവാങ്ങുവാൻ കടലും കരവാഴും ഭൂവിൻ പരാത്മജനരുളും പൂക്കളുമീ അടിയൻ പാടാ. നമസ്കാരം, ഞങ്ങൾ സ്റ്റാർ ജീസസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ്. 2024 പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ സ്കൂളിൽ നടന്ന ക്വിസ് കോമ്പറ്റീഷന് വിജയികളായ ഞങ്ങളെ നേരിട്ട് വന്ന ഒരു സമ്മാനമാണ് ഈ യാത്ര. ദശപുത്ര സമോദ്രുമ വൃക്ഷ ആയുർവേദത്തിലെ തരുമഹിമയിലെ വരികളാണിവ. 10 കിണറുകൾക്ക് തുല്യമാണ് ഒരു കുളം, 10 കുളങ്ങൾക്ക് തുല്യമാണ് ഒരു തടാകം, 10 തടാകങ്ങൾക്ക് തുല്യമാണ് ഒരു പുത്രൻ, 10 പുത്രന്മാർക്ക് തുല്യമാണ് ഒരു വൃക്ഷം, ഒരു വൃക്ഷം 10 പുത്രന്മാർക്ക് തുല്യമായി കണ്ട് ആരാധിച്ചിരുന്ന പൂർവികർ പരിസ്ഥിതിയെ എന്നും മാനിച്ച് സംരക്ഷിച്ചു പോന്നിരുന്നു. എന്നാൽ പുത്തൻ പരിഷ്കാരങ്ങളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് നാടിൻ്റെ നന്മയും പച്ചപ്പും മാഞ്ഞു പോവുകയാണ്. ഈ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലത്ത് ഈ വള്ളികൾ പോലെ ഇങ്ങനെ താഴേക്ക് വന്നിരിക്കുന്നത് അത് അതിൻ്റെ ഭൂമിയിലേക്കുള്ള അത് വേര് പിടിക്കാനുള്ള ഒരു അവസരമാണ്. ചെറിയ ചെറിയ നാരുകൾ നിങ്ങൾ കാണുന്നില്ലേ, ഇതായിട്ട് മാറും എന്ന് പറഞ്ഞാൽ ഈ മുകളിലേക്ക് പോകുന്ന ഈ മരങ്ങൾ വലിയ മരങ്ങളായിട്ട് മാറുമ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള വളം എല്ലാം വലിച്ചെടുക്കുന്ന ഈ ചെറിയ വേരിലൂടെയാണ്. അതിൻ്റെ അറ്റത്ത് അതിന് ഒരു ജലാംശം ഉണ്ടാവും, ജലത്തിൻ്റെ അംശം തന്നെ അതിൻ്റെ അറ്റത്തുണ്ട്. ഹരിത സമൃദ്ധി കൊണ്ട് അനുഗ്രഹീതമാണ് കാവുകൾ. ജൈവ വൈവിധ്യത്തിൻ്റെ നിറവായി ഉച്ചവെയിലിൽ പോലും തണുപ്പ് പകരുന്ന ചോലവൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും നിറഞ്ഞ കാവുകളിൽ ഇന്ന് കരിന്തിരി കത്തുകയാണ്. ഓരോ കാവിനും സ്വന്തമായി ഒരു ജൈവ വ്യവസ്ഥയുണ്ട്. സസ്യജന്തുക്കളുടെ ഒരു ആവാസ വ്യവസ്ഥ കൂടിയാണ് കാവുകൾ. മഴവെള്ളത്തെ തടഞ്ഞു നിർത്തി ഭൂമിയെ ഉർവരമാക്കിയിരുന്നത് കാവുകളായിരുന്നു. മഴവെള്ളം സംഭരിക്കുന്ന കുളങ്ങളും നീർത്തടങ്ങളുമെല്ലാം കാവിന് സമീപം കാണാറുണ്ട്. കാവ് നശിച്ചാൽ കുളം വറ്റും എന്ന മുത്തശ്ശിമാരുടെ പഴമൊഴിയിൽ പതിരില്ലായിരുന്നു. എടാ, കേരളത്തിൽ 2500ഓളം കാവുകൾ. വിസ്തൃതിയുടെ കാര്യത്തിൽ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്ന കാവാണ് ഇരുമ്പൽ കാവ്. മനുഷ്യൻ വനങ്ങൾ വെട്ടിത്തെളിച്ചാണ് നമ്മൾ കൃഷി ചെയ്തെന്ന് പറഞ്ഞല്ലേ എന്ന് പറയുന്ന പോലെ വനങ്ങൾ വെട്ടിത്തെളിച്ച് ഒരു കാലത്ത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യൻ ഒരുങ്ങിയതാണ്. ഈ ഭാഗത്തുള്ള ആൾക്കാർ ഇവിടെയുള്ള കാട് വെട്ടിത്തെളിച്ച് ഇവിടെ കൃഷിഭൂമിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സമയത്ത് വാളുകൊണ്ട് ഒരു കല്ലുമ്മ കൊണ്ടിട്ട് എന്തുപറ്റി കല്ലിൽ നിന്ന് രക്തം പൊടിക്കും. അങ്ങനെ വന്ന സമയത്ത് ദേവപ്രശ്നം വെച്ച സമയത്ത് ഇവിടെ ദേവിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലാക്കാം. വീട്ടിലാർക്കെങ്കിലും അസുഖം വന്നാൽ ഈ ഹരിത സമൃദ്ധിയിലേക്ക് പച്ചമരുന്നുകൾ തേടിയിറങ്ങുന്ന മുത്തശ്ശിമാർ നമുക്കിടയിലുണ്ടായിരുന്നു. കരിനൊച്ചി, കുറുന്തോട്ടി, കാട്ടുതെച്ചി, തഴുതാമ്മ, ഉമ്മത്ത്, എരുക്ക്, ചെറുകുരുന്നി, കൽമാണിക്യം, അരയാഞ്ഞിലി, ഉപ്പട്ടിക്കണ്ടൽ, മരമഞ്ഞൾ, മടുക്ക, കാട്ടുജാതി, പരണ്ടവള്ളി, വെള്ളയോടൽ, സർപ്പഗന്ധി, കായാമ്പു, പേഴ്, മുള്ളുവേങ്ങ, കൂവം, ഏകനായകം, മൈല, മണ്ടിപ്പെരണ്ടി, കരകണ്ടൽ, ഈത്, നഞ്ചുവള്ളി, മലതാങ്ങി, കൂനൻപാല, ഇത്തി, ചക്കരക്കണ്ടൽ, ഇഞ്ച തുടങ്ങിയ എണ്ണിയാലൊടുങ്ങാത്ത ഔഷധ സസ്യങ്ങളും കാട്ടുവരയണ്ണൻ, കരിങ്കുരങ്ങ്, കാട്ടുപൂച്ച, കാട്ടുമുയൽ, കുട്ടിത്തേവാങ്ക്, നാടൻ കുരങ്ങ്, കുറുനരി, വള്ളിപ്പൂച്ച, മരപ്പട്ടി, മുള്ളംപന്നി, കീരി, മലയണ്ണാൻ തുടങ്ങിയ സസ്തിനികളുടെയും ഓമനപ്രാവ്, കാലൻകോഴി, വെള്ളിമൂങ്ങ, വെള്ളവയറൻ, കടൽപ്പരുന്ത്, ചൂളക്കാക്ക, കോഴിവേഴാമ്പൽ, കാട്ടുകോഴി, അരിപ്രാവ്, ഗൗളിക്കിളി തുടങ്ങിയ എണ്ണിയാലൊടുങ്ങാത്ത പക്ഷിവർഗങ്ങളും ഷഡ്പദ ലോകത്തെ പറക്കുന്ന രത്നങ്ങൾ എന്നറിയപ്പെടുന്ന ചിത്രശലഭങ്ങളുടെയും നിരവധി ഇനത്തിൽപ്പെട്ട ഉരകങ്ങളുടെയും ചെറുജീവിവർഗങ്ങളുടെയും സംരക്ഷിത മേഖലയാണ് വിശുദ്ധ വനങ്ങൾ എന്നറിയപ്പെടുന്ന കാവുകൾ. അതേപോലെ തന്നെ അത്തി, ഈച്ചി, പേരാല്, കമ്പകം ഇങ്ങനെയുള്ള
വൈവിധ്യമാർന്ന നമ്മളറിയപ്പെടാത്തതായിട്ടുള്ള സസ്യങ്ങളും മരങ്ങളും എല്ലാം നിൽക്കുന്ന ഈ ഒരു ഹരിതാപ നിറഞ്ഞ ഈ അന്തരീക്ഷത്തിൽ കുളിർമയാണോ തണുപ്പാണോ അല്ലേ, സന്തോഷകരമായിട്ട് നമ്മുടെ മനസ്സിനെ തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരനുഭവമാണ് ഇത് അല്ലേ. ഇപ്പോൾ ഇവിടെ എസ്ത പറഞ്ഞു ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള കാഴ്ച കാണുന്നതെന്ന് പറഞ്ഞു അല്ലേ. അതേപോലെ നമ്മുടെ മക്കൾക്കെല്ലാം ഇങ്ങനെ കാണാൻ സാധിച്ചു തന്നെ. ഒരു കാലത്ത് വിശ്വാസത്തിൻ്റെ സൗന്ദര്യമായി നിലനിന്നിരുന്ന ഇത്തരം കാവുകളാണ് ഗ്രാമാന്തരങ്ങളിൽ പ്രകൃതിയുടെ ജൈവസന്തുലനം നിലനിർത്തിയതും കാർഷിക വ്യവസ്ഥയെ പരിപാലിക്കുകയും ചെയ്തു പോന്നത്. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ സ്ഥിതി ചെയ്യുന്ന 50 ഏക്കറോളം വിസ്തൃതി വരുന്ന ഇരിങ്ങോൾക്കാവ് കാസർഗോഡ്, കണ്ണൂർ ജില്ലകൾക്ക് പുറമേയുള്ള ഏറ്റവും വലിയ കാവുകളിലൊന്നാണ്. വൻമരങ്ങളും തടിച്ച മരവള്ളികളും ഈ കാവിൻ്റെ ഭംഗി വിളിച്ചോതുന്നവയാണ്. പണ്ട് സൂര്യപ്രകാശം നിലത്ത് വീഴാത്തത്ര ഇടതൂർന്ന വൃക്ഷസഞ്ചയമാണ് ഇവിടെ ഉണ്ടായിരുന്നതത്രേ. കാലം പോകെ നഗരവികസനം മൂലമോ മറ്റോ കാവിൻ്റെ വിസ്തൃതിയും നിബിഡതയും കുറഞ്ഞു എന്ന് വേണം അനുമാനിക്കാൻ. എന്നിരുന്നാലും ഇവിടം വനസദൃശ്യമായ ഒരു പ്രദേശം തന്നെയാണ്. ജനത്തിരക്കും ശബ്ദകോലാഹലങ്ങളും നിറഞ്ഞ വൻ നഗരമധ്യത്തിലെ ഈ കാവ് വിസ്മയം തന്നെയാണ്. ഈ കാവിലെ മണ്ണ് പരമപവിത്രമായതുകൊണ്ട് തന്നെ ആത്മീയ ആചാര്യനായ ചട്ടമ്പി സ്വാമികൾ തൻ്റെ പാദം കൊണ്ട് ഇവിടുത്തെ മണ്ണ് അശുദ്ധമാക്കാതിരിക്കാൻ മുട്ടിലിഴഞ്ഞാണത്രേ ദർശനം നടത്തിയത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ 7 പുത്രന്മാരെയും ഹംസൻ നിഗ്രഹിക്കും. 8ാമത്തെ പുത്രനായിട്ട് ജനിക്കുന്ന ആ ശേഷനെ കാത്ത് ഹംസൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെൺകുഞ്ഞാണ് ജനിച്ചെന്നുള്ള വിവരം കിങ്കരന്മാർ വന്ന് ഹംസനോട് പറയണേ. അപ്പോൾ ഹംസൻ വന്ന് ഈ കുഞ്ഞിനെ പെൺകുഞ്ഞാണെങ്കിൽ പെൺകുഞ്ഞ് അതിനെ കൊല്ലാനുള്ളൊരു വക്തയായിട്ട് വന്ന് അതിനെടുത്ത് ആകാശത്തേക്ക് ഉയർത്തി അടിച്ചു കൊല്ലാനുള്ളൊരു ശ്രമം നടത്തുമ്പോഴാണ് ഈ ദേവിയുടെ ശക്തി ആകാശത്തേക്ക് ഉയർന്നിട്ട് ഒരു ശക്തിയായിട്ട് മാറിയിട്ട് ഇവിടെ ഇരുന്നതാണ് സങ്കല്പം. 108 മാറിയുടെ ദേവിയുടെ ശക്തി ഇവിടെ ഇരുന്നവൾ എന്ന് പറഞ്ഞ് ഇരുന്നോളായതാണെന്നാണ് പറയുന്നത്. അപ്പം ഇരുന്നവൾ ക്രമേണ അത് പറഞ്ഞ് ഇരിങ്ങോളായി. ഇപ്പോൾ ദേവിക്ക് അകമ്പടി സേവിച്ചുകൊണ്ട് വൃക്ഷഗണങ്ങളാണ് ദേവഗണങ്ങളാണ് വൃക്ഷരൂപത്തിലൂടെ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലതാദികളൊന്നും തന്നെ വെട്ടോ അല്ലെങ്കിൽ ഒരു മരുന്ന് ഇവിടെ ഒന്നും എടുക്കാറില്ല, വെട്ടി നശിപ്പിക്കാറില്ല. മൂവായിരം വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പ്രശ്നവിധി പറയണത്. എനിക്ക് തെളിവുകളൊന്നുമില്ല. കൊടികേറിയ ഉത്സവം മീനത്തിലെ പൂരാണ്, 9 ദിവസം ഉത്സവമാണ്. അപ്പോൾ ഈ വൃശ്ചികത്തിലെ തൃക്കാർത്തിക ദിവസം ഇവിടെ രാത്രി ഇവിടുത്തെ അത്താഴപൂജയുടെ സമയത്ത് ദേവിയുടെ ഭദ്രകാളി ഗാനത്തിലാണ്. അപ്പോൾ ആ 2 മണിക്കൂർ സമയം ഇവിടുന്ന് താലം കൊളുത്തി സ്ത്രീകളൊക്കെ അങ്ങേയറ്റത്ത് നിങ്ങൾ പോയി കണ്ട സ്ഥലത്ത് പോയി തിരിച്ചു വരുന്ന ഒരു സമയം മാത്രമാണ് ഇവിടെ ഒരു വർഷത്തിൽ ദേവി ഭദ്രകാളി ഗാനത്തിലുണ്ട്. മേളങ്ങൾക്ക് ഭയങ്കര പ്രാധാന്യമുള്ള സ്ഥലമാണ്. ഉത്സവത്തിനൊക്കെ ഏറ്റവും കേരളത്തിൽ പ്രശസ്ത കൊട്ടുകാരായിരിക്കും ഇവിടെ പഞ്ചവാദ്യം ചെണ്ടമേളത്തിന് ധാരാളം ആൾക്കാർ കേൾക്കാൻ ഇവിടെ വരും. കാരണം ഇവിടെ ആ ഒരു കാടിൻ്റെ ഉള്ളിലായതുകൊണ്ട് നല്ലൊരു ലോക പൈതൃക പട്ടികയിൽ ഇതിൻ്റെ ഈ കാവിനെ കുറിച്ച് വരാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ് ശുപാർശ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നവരാത്രി സംഗീതോത്സവം 2009 ഉണ്ടായിരുന്നു. ദക്ഷിണാമൂർത്തി സ്വാമി കച്ചേരി അവതരിപ്പിച്ച സ്റ്റേജായിരുന്നു നമ്മുടെ. കേരളത്തിലെ വലുതും ചെറുതുമായ എല്ലാ കാവുകളും ഒരു തരി മണ്ണ് പോലും നശിക്കാതെ നിലനിൽക്കണം. വിശ്വാസികൾ മാത്രമല്ല, പരിസ്ഥിതി സ്നേഹികളും സന്നദ്ധ പ്രവർത്തകരും ഭരണകർത്താക്കളും പൊതുസമൂഹവുമെല്ലാം ഒത്തൊരുമിച്ച് അവരവരുടെ നാട്ടിലെ കാവുകൾ നിലനിർത്താനും സംരക്ഷിക്കാനും മുന്നിട്ടിറങ്ങണം. മണിക്കൂറുകൾ മതിയാകും ഒരു കാവിനെ നാമാവിശേഷമാക്കാൻ. പക്ഷേ ഒരു കാവ് സൃഷ്ടിക്കണമെങ്കിൽ ഒരു മനുഷ്യായുസ് പോരാ. കാവുകൾ സംരക്ഷിക്കണമെങ്കിൽ അവയെ അടുത്തറിയണം, അവയുടെ പ്രസക്തിയും പ്രാധാന്യവും മനസ്സിലാക്കണം. പ്രകൃതിയെ തൊട്ടറിഞ്ഞ ഈ അസുലഭയാത്ര ഞങ്ങൾക്ക് സമ്മാനിച്ച ഞങ്ങളുടെ പ്രിയ അധ്യാപകർക്ക് നന്ദി.